ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗീ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് 250 ml 2 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇടുക. ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതിലേക്ക് ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യമുള്ളൂ, ബേക്കിംഗ് സോഡ ആവശ്യമില്ല. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, ഇവ മൂന്നും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ശേഷം ഒരു ബൗളിലേക്ക് 4 മുട്ട കുത്തി ഒഴിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ബൗളിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഈ 4 മുട്ട കുത്തി ഒഴിച്ചതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, ഇതിലേക്ക് 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്. ബേക്കറി സ്പഞ്ചിൽ പൈനാപ്പിൾ എസൻസ് ഒഴിക്കുമ്പോഴാണ് കറക്റ്റ് ഫ്ലേവർ വരിക. ഒരു 3 ഡ്രോപ്പ് മിൽക്ക് എസൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യുക, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് എക്സ്ട്രാ ഉണ്ടാകും. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക, നന്നായി ഫ്ലഫി ആകുക. അതിനുശേഷം 2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർക്കുക. മധുരത്തിന് ആവശ്യം കൂട്ടിയോ കുറച്ചോ ഉപയോഗിക്കാം. ഞാനിവിടെ 2 കപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരിച്ചു വെച്ച മൈദ മിക്സ് ഇട്ട് 2-3 ബാച്ചായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓവർ മിക്സിങ് വരരുത്. ഇത് 3-4 പ്രാവശ്യമായിട്ട് നന്നായിട്ട് ഈ ബാറ്ററിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് അല്പം തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും. ഈ ഒരു ടെക്സ്ചറിലാണ് വരേണ്ടത്. ഇത് മാറ്റി വയ്ക്കുക. ഇതിന് ശേഷം 1 കപ്പ് പാല് ഒരു സോസ് പാനിലേക്ക് ഒഴിക്കുക. ഇത് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വന്നതിന് ശേഷം 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് തീ ഓഫ് ചെയ്യുക. ഈ ബട്ടർ നന്നായിട്ട് ഈ ചൂടിൽ കിടന്ന് നല്ലവണ്ണം മെൽറ്റ് ആവണം. ഈ മെൽറ്റായി പാലും മിക്സും ബട്ടർ മിക്സും കൂടി ചൂടനെ തന്നെ നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ചൂടനെ തന്നെ ഇതിൻ്റെ ഒഴിച്ചാലാണ് ആ ഒരു കേക്കിന് ടെക്സ്ചർ തന്നെ വേറെയാണ്. ചൂടനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ് ബേക്ക് ചെയ്യുക. നല്ല സോഫ്റ്റും ഫ്ലഫിയുമായിട്ടുള്ള ഒരു ബട്ടർ കേക്കിൻ്റെ മിക്സ് റെഡി. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.